ഏതെങ്കിലും ഒന്ന് പറിച്ചു നോക്കാം. ഇനി അതിലില്ലെങ്കിൽ നമുക്കത് കുഴിച്ചിടാം. എന്നിട്ട് വേറെ പഠിക്കും. പക്ഷേ വേറെ പറിക്കാം. അത് കിട്ടില്ലേ? ഹായ് ഗൈസ്, അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് എന്താന്ന് വെച്ചാൽ ഒരു ട്രെൻഡ് കഴിഞ്ഞ ഒരു സാധനം ഉണ്ടാക്കാന്നാണ് വിചാരിക്കുന്നത്. അതായത് എന്താണ്, ഫൂഫു. വെറുതെ ഇൻസ്റ്റഗ്രാം ഇങ്ങനെ വെറുതെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു റീല് കണ്ടത് ഫൂഫു ഉണ്ടാക്കണത്. അപ്പൊ പിന്നെ ഒന്ന് ഉണ്ടാക്കിയേക്കാം എന്ന് വിചാരിച്ചു. അത് ടേസ്റ്റ് ഇല്ലാന്ന് അറിയെങ്കിലും എല്ലാവർക്കും ഒരേപോലത്തെ ടേസ്റ്റ് ആവണമെന്നില്ലല്ലോ. അപ്പൊ ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടാലോ. അപ്പൊ എന്തായാലും നമുക്ക് ഫൂഫു ഉണ്ടാക്കാൻ പോവാം. ആദ്യം തന്നെ നമുക്ക് കപ്പ പറിക്കാൻ പോകണം. അപ്പുറത്ത് തൊടിയിൽ കപ്പ ഉണ്ട്. അപ്പൊ നമുക്ക് പോയിട്ട് കപ്പ പറിച്ചിട്ട് വരാം. ഇവിടെ ഒരുപാട് ഈ കപ്പയുടെ മരമുണ്ട്. അപ്പൊ നമുക്ക് അതിലേത് പറിക്കണം എന്നറിയില്ല, ഏതിലാണ് ഒരുപാട് ഈ കായ്ഫലം ഉണ്ടാവുക എന്നറിയില്ല. ഏതെങ്കിലും ഒന്ന് പറിച്ചു നോക്കാം. ഇനി അതിലില്ലെങ്കിൽ നമുക്കത് കുഴിച്ചിടാം. എന്നിട്ട് വേറെ പഠിക്കും. പക്ഷേ വേറെ പറിക്കാം. അതാണ് കേട്ടാരെ പറിച്ചു വെച്ചേ. ഇന്നെ പോലെ ആരോ ചിന്തിച്ചവരുണ്ട് കേട്ടോ. കണ്ടോ, പറിച്ചിട്ട് ഇവിടെ ഇതേപോലെ കുഴിച്ചിട്ടിങ്ങനെ മേ ബി എൻ്റെ അമ്മയാവാൻ ചാൻസ് ഉണ്ട് ഗൈസ്. അതെ, ഈ മരക്കമ്പ് പറിക്കരുതെന്നാണ് എൻ്റെ അച്ഛൻ്റെ ഓർഡർ. അച്ഛൻ വന്നിട്ട് പറിക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പൊ എൻ്റെ അമ്മ പറിച്ചിട്ട് നേരത്തെ എടുത്ത് കുഴിച്ചു വെച്ചു. ഒന്ന് കാണിച്ചു കൊടുക്കൂ. കണ്ടോ, ഇതിന് ബാക്കി എവിടെ? പവർ ഓഫ് മദർ. വെള്ളയിൽ വെച്ചിട്ട് കുറച്ച് വലുതും പിന്നെ ഒരൊറ്റ കൊമ്പ് ഉള്ളതായിട്ടുള്ള ഒരു കപ്പക്കൊമ്പ്. പൂളക്കൊമ്പ് എന്ന് പറഞ്ഞാൽ എന്തോ തെറിയാന്നൊക്കെ എല്ലാവരും പറയുന്നത് കേട്ട്. അപ്പോൾ കപ്പക്കൊമ്പ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് പറിച്ചു നോക്കാം. ഇതിലില്ലെങ്കിൽ എന്ത് ചെയ്യാൻ എനിക്കറിയില്ല. അടുത്ത പറിക്കാം. അതന്നെ. അപ്പം പറിച്ചു നോക്കാട്ടെ. പറിക്കാനുള്ള ശക്തിക്കുണ്ടോയെന്ന് അറിയില്ല. 1 2 3. ഇത് കിട്ടണില്ലേ? സൂപ്പർ ആയിട്ടില്ലേ? ഒന്നും പറ്റില്ല ഗൈസ്, ഒന്ന് ജസ്റ്റ് ഒന്ന് വീണു. ഞാൻ നോക്കി പറിച്ചതിന്റെ പ്രശ്നമൊന്നും അറിയില്ല. ആകെ കുറച്ച് കിട്ടുള്ളൂ. ഭയങ്കര ഒരു അഡ്വഞ്ചർ ആയിട്ടാണ് ഞാനിത് പറിച്ചത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കമോൺ ഗൈസ്, നമുക്ക് പോയി ഫൂഫു ഉണ്ടാക്കാം. നമുക്കിത് മുറിച്ചിട്ട് മിക്സിയിലിട്ട് അരിക്കാം. കുറച്ചേ ചെയ്യുന്നുള്ളൂ, കാരണം ഇത് രസം ഉണ്ടോന്ന് അറിയില്ലല്ലോ. ഇപ്പൊ രസം ഉണ്ടെങ്കിൽ നമുക്കൊന്നും കൂടി ചെയ്യാം. ബാക്കി നമുക്ക് ഒറിജിനലായിട്ട് എന്ത് ചെയ്യാം, പുഴുങ്ങാം. അതും ചിക്കൻ കറി. ഓക്കെ. അപ്പൊ നമ്മള് ജ്യൂസൊക്കെ അടിച്ചു വെച്ചു. നമ്മൾ ഗ്യാസിൽ ഉണ്ടാക്കുന്നില്ല, കാരണം കുറെ നേരം എടുക്കണ ഒരു ഇതായതുകൊണ്ട് അമ്മ എന്തായാലും സമ്മതിക്കൂല. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, കറണ്ടിന്റെ ഇതിൽ വെക്കാം. ഈ പാത്രം കേട് വരുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇത് കണ്ടോ, അതെന്തോ പശ. ഇത് ഒരുമാതിരി തൈര്, കട്ട തൈരൊക്കെ ആയ പോലെ ഉണ്ട്. അയ്യോ, ഈ പാത്രം കേട് വരുന്ന എനിക്ക് തോന്നുന്നത്. ഇതിൽ പിന്നെ ഉപ്പിടണം കേട്ടോ. ഞാൻ ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെന്താ, ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാം. ഇതിപ്പോ വെന്തോന്ന് ഇങ്ങനെ അറിയാന്ന് എനിക്കറിയില്ല. ഞാൻ പറ്റൂ പറയുമ്പോൾ തന്നെ എല്ലാരും പറഞ്ഞത് അത് രസല്ല. അങ്ങനെ ഫൈനലി നമ്മൾ ഫൂഫു ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഈ ഫൂഫ് കഴിച്ചാൽ മതി, പക്ഷെ ചൂടാണ്. ചൂടോട് കൂടി നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ അണ്ണാക്ക് മുതൽ ഇറങ്ങിപ്പോണ എല്ലാ സ്ഥലങ്ങളും പൊള്ളിപ്പോവും. അപ്പൊ നമ്മുടെ ഫൂഫു ഇതാണ്. ഓ ഗോഡ്, ഇത് പിടിച്ച് പൊന്തിക്കാനും വേണം ഒരു ആരോഗ്യം. കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. ഇതിന് പ്രത്യേകിച്ച് സ്മെല്ലൊന്നും ഇല്ല. ഈ കപ്പ പുഴുങ്ങി കഴിഞ്ഞാൽ ഒരു പ്രത്യേക സ്മെല്ലുണ്ടാവില്ല. അതുപോലും ഇല്ല. അത് പറയുമ്പോ കപ്പയാണല്ലോ. കണ്ടോ, ഇതാ വലിയത്. ഇതിൽ കുറച്ച് ഭാഗം നമ്മൾ എടുത്തിട്ടുണ്ട്. എന്തിനാന്ന് വെച്ചാൽ ഇവിടെ അച്ഛനുണ്ട്. അപ്പൊ അച്ഛനൊന്ന് കൊണ്ടുപോയി കൊടുത്തു നോക്കാം, മറ്റാളെ എന്താ റിയാക്ഷൻ നോക്കാട്ടോ. ചിലപ്പോ കഴിക്കണ്ടാവുള്ളൂ. അത് ആദ്യം ഒന്ന് തൊട്ട് നോക്കിയിട്ട് വേണ്ടാന്നെ ചിലപ്പോ പറയണ്ടാവും. ഇതെങ്ങനെ കഴിക്കാച്ചാലേ, ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വലിച്ചിട്ട് കഴിക്കാം. അത് കൈമിൽ ഒട്ടി പിടിക്കൂ. എന്നിട്ട് കൈമിൽ ഒട്ടിയാല് വായിലിട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ട് പറയും, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല പറയണം. അതിന് കഴിച്ചില്ലല്ലോ. അത് കിട്ടില്ലേ?
ഫുള്ളായിട്ട് വായിലിരുന്ന തൊണ്ട ചിലപ്പോൾ ചത്തുപോകും. ഫുള്ളായിട്ട് വായിലിരുന്ന ചെറിയ കഷ്ണം എടുത്തോ. വളരെ ചെറുതായി പോയി. പല്ലില്ലാത്തോണ്ട് കഴിക്കാൻ സുഖല്ലേ? എന്ത് ഇഷ്ടമില്ല? അത് പല്ലില്ലെങ്കിൽ ഇറക്കി ഇട്ടാ മതി. വായനൊക്കെ ഒട്ടിപ്പിടിക്കണ്ടോ? രസമുണ്ടോ? ശരിക്കും പറയും. രസമില്ലെങ്കിൽ രസമില്ല പറയും. അച്ഛൻ എന്ത് ഞാൻ ഉണ്ടാക്കിയത് രസമില്ലെന്നാ പറയുന്നത്. അതുകൊണ്ട് പിന്നെ എനിക്ക് അറിയില്ല എന്താണെന്നുള്ളത്. ഇത് രസമുണ്ടോ? രസമില്ല. ഒന്നുകൂടി തിന്നെ, ഫുള്ള് തിന്നെ. ഗായ്സ്, അച്ഛൻ പല്ല് വരെ ഊരി ഗായ്സ്. പല്ലിന്റെ ഉള്ളിലൊക്കെ കുടുങ്ങി. അപ്പൊ ഇത് രസമില്ലല്ലോ. രസക്കുറവാ. ഫുള്ള് പല്ലുമിലൊക്കെ ഒട്ടിയിട്ടില്ലേ? കഴിച്ചു നോക്കൂ, എന്നിട്ട് അഭിപ്രായം, സത്യസന്ധമായ അഭിപ്രായം പറയട്ടോ. എന്നിട്ട് നോക്കി എന്തെങ്കിലും പറയേ. നല്ല രസല്ലേ? കൊല്ലിലെന്നോ കുടുംബ മഴയായി പോയി. രസമില്ലാന്നാ പറയണേ? രസമില്ല. ഇഷ്ടപ്പെട്ടില്ല? ഈ പറഞ്ഞത് കഴിക്കാൻ ഒരു രസമില്ല. ഒരു രസം പറഞ്ഞാൽ ഒരു രസമില്ല. അത്ര വൃത്തികര ടേസ്റ്റ് ഒന്നുമല്ല. എന്നാൽ ഗുളുഗുളൂന്ന് നിൽക്കണോണ്ടാണ് നമുക്ക് ഇഷ്ടപ്പെടാത്തത്. ഈ ചിക്കൻ കറിയുടെ കൂടെ രസമുണ്ട്. ഞാൻ പറഞ്ഞാൽ ഈ ഇറങ്ങി പോകുമ്പോഴുള്ള ഒരു പ്രശ്നമേ ഉള്ളൂ. വായ നിൽക്കുന്ന പ്രശ്നമില്ല. ഇറങ്ങി പോകുമ്പോൾ ഒരു ഛർദ്ദിക്കാൻ വരുന്ന പോലെ. ചിക്കൻ കറി നല്ല രസമുണ്ട്. പിന്നെ നമ്മൾ ആഫ്രിക്കയിലൊക്കെ ഫുഡാണല്ലോ. അപ്പൊ അവര് കഴിക്കണമെന്നും ഇതെങ്ങനെ ഇരിക്കാൻ നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവില്ലേ? അപ്പൊ അതും കൂടി ആയപ്പോൾ ഓക്കെ, ആ ക്യൂരിയോസിറ്റി അങ്ങോട്ട് മാറി കിട്ടി. അങ്ങനെ നമ്മളെ ഇന്നത്തെ കുക്കിംഗ് പരിപാടി അങ്ങോട്ട് അവസാനിച്ചു. അപ്പം ഒരു ഫണ്ണായിട്ടുണ്ടായിരുന്നു. അച്ഛൻ പല്ലൊക്കെ ഊരിയിട്ടുണ്ടായിരുന്നു. അതായത് പല്ലിൻ്റെ ഉള്ളിലൊക്കെ ഈ സാധനം ഒട്ടിപ്പിടിച്ചിട്ട് മുപ്പതേ വെപ്പ് പല്ലാണ്. അപ്പൊ ആ വെപ്പ് പല്ലൊക്കെ ഊരിയിട്ടാണ് കഴിച്ചിട്ടുണ്ടാകും. അനിയനെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ചിലവർക്ക് ഇത് ഇഷ്ടമാവും, ചിലവർക്ക് ഇഷ്ടപ്പെടില്ല. എനിക്കിത് കഴിച്ച സമയത്ത് എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇറക്കിയ സമയത്താണ് ഇഷ്ടമില്ലാതായത്. അപ്പം അമ്മയ്ക്ക് തീരെ ഇഷ്ടമായിട്ടില്ല, അച്ഛനും ഇഷ്ടമായിട്ടില്ല. ഇപ്പൊ ഭൂരിഭാഗം നോക്കാന്ന് വെച്ചാൽ ഈ ഫൂഫു ഇഷ്ടപ്പെട്ടില്ല എൻ്റെ ഫാമിലിക്ക്. അപ്പം അത്രയ്ക്ക് ഇന്നത്തെ വീഡിയോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വെറൈറ്റി വീഡിയോ വരുന്നതായിരിക്കും. അപ്പം അത്രയ്ക്ക് ഇന്നത്തെ വീഡിയോ. ബൈ.